ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് അഡ് വിത്ത് ഉണ്ണീശ്വരത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് TDA2030 IC വെച്ച് വരുന്ന 2 IC വെച്ച് വരുന്ന ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ബോർഡാണ്. ഈ ആംപ്ലിഫയറിന് വേറൊരു പ്രത്യേകത വിത്ത് ഇൻബിൽട്ട് ബാസ്റ്റബിളും ഒരു പവർ സെക്ഷനും കൂടി വരുന്ന ഒരു ബോർഡും കൂടിയാണ്. വീഡിയോയ്ക്ക് മുമ്പ് നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവുചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വലിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് ആ ബോർഡ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടറിയാം ആ PCBയുടെ ക്വാളിറ്റി. നല്ലൊരു PCBയിലാണ് അവരിത് ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രീൻ PCB, അതുമാതിരി തന്നെ കമ്പോണൻസൊക്കെ സോൾഡർ ചെയ്ത രീതിയായാലും അതുമാതിരി എൻ്റെ ട്രാക്കുകളൊക്കെ ആയാലും എല്ലാം തന്നെ നല്ലൊരു ഫിനിഷിങ്ങിൽ തന്നെ അവർ ഈ ബോർഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ബോർഡിലെ കമ്പോണൻസ് നോക്കാം. ഇതാണ് 2 IC TDA2030 IC വന്നിട്ടുള്ളത്. STയുടെ IC ആണ് വന്നിട്ടുള്ളത്. അതുമാതിരി തന്നെ 3 പൊട്ടൻഷ്യോമീറ്റർ 47Kയുടെ 3 പൊട്ടൻഷ്യോമീറ്റർ അവരതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുമാതിരി തന്നെ 2225 വോൾട്ടിൻ്റെ 4 കപ്പാസിറ്റീസ് പവർ സെക്ഷനായിട്ട് അവർ വെച്ചിട്ടുണ്ട്. പിന്നെ ഡയോഡ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുമാതിരി റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, പിന്നെ കണക്റ്റേഴ്സ്, അതായത് 2 കണക്റ്റേഴ്സ് അവരതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ബോർഡിൽ വരുന്ന മെയിൻ കമ്പോണൻസ് എന്ന് പറയാനുള്ളത്. നമുക്കിനി ഇതിൻ്റെ കണക്ഷൻ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇവിടെയാണ് നമുക്ക് കാണാം, ഇവിടെയാണ് പവർ സെക്ഷൻ കൊടുക്കേണ്ടത്. ട്രാൻസ്ഫോമറിന് വരുന്ന AC ആണ് അതിൽ കൊടുക്കേണ്ടത്, അതായത് 12.012. ഇവിടെയാണ് 12.012 കൊടുക്കേണ്ടത്. നമുക്കൊരു 3 to 5 ആംപിയർ വരെ നമുക്ക് ഇതിൽ ഈ ബോർഡിൽ കൊടുക്കേണ്ടതാണ്. പക്ഷേ ഈ ബോർഡിൻ്റെ ഒരു ന്യൂനത എന്ന് പറയുന്നത് അവർ യൂസ് ചെയ്തിട്ടുള്ള ഡയോഡ് 1 ആംപിയർ ഡയോഡാണ് അവരതിൽ യൂസ് ചെയ്തത്. നമുക്ക് ആ ഡയോഡ് മാറ്റിക്കൊണ്ട് ഒരു 5 ആംപിയറിൻ്റെങ്കിലും നമുക്ക് മാക്സിമം നമ്മൾ ട്രാൻസ്ഫോമർ ഏതാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഡയോഡ്സ് യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരെ കപ്പാസിറ്റേഴ്സിൻ്റെ പ്ലസ് മൈനസ് ഗ്രൗണ്ടിലേക്ക് നേരിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. ഈ ബോർഡിൽ അവർ 1 ആംപിയറിൻ്റെ ഡയോഡ് എന്തിനാണ് ഇട്ടതെന്നുള്ളൊരു യാതൊരു ഐഡിയ ഇല്ല. പിന്നെ അടുത്ത് വരുന്നത് സ്റ്റീരിയോ ഇൻപുട്ടാണ്. അത് ഇവിടെയാണ് ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് കൊടുക്കേണ്ടത്. USB-യിൽ നിന്ന് വരുന്ന ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് അത് ഇവിടെയാണ് കൊടുക്കേണ്ടത്. നോക്കി കൊടുക്കുക. അതിന് വേറെ അവർ കണക്റ്റേഴ്സൊന്നും അതിൽ ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ നേരെ വയേഴ്സ് അതിൽ സോൾഡർ ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് നമുക്ക് സ്റ്റീരിയോ ഔട്ട്പുട്ടാണ്. ഇവിടെയാണ് സ്റ്റീരിയോ ഔട്ട്പുട്ട് എടുക്കേണ്ടത്. അവരൊരു കണക്റ്റേഴ്സ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ വയേഴ്സ് നേരെ അതിൽ കണക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെയാണ് സ്റ്റീരിയോ ഔട്ട്പുട്ട് എടുക്കേണ്ടത്. ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് കോമൺ ആണ്. ഇവിടെ നിന്നാണ് എടുക്കേണ്ടത്. TDA2030 IC പെർ ചാനൽ ഒരു 14 വാട്ട്സ് 14 വാട്ട് ഔട്ട്പുട്ട് 4 ohmsൽ കിട്ടുന്ന ഒരു IC ആണ്. ഇനി നമുക്ക് അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കാണാം 3 പൊട്ടൻഷ്യോമീറ്റർ, അതായത് 47Kയുടെ 3 പൊട്ടൻഷ്യോമീറ്റർ കാണാം. ബേസ്, ട്രിബിൾ, വോളിയം ഇതിന് വേണ്ടിയിട്ടുള്ള 3 പൊട്ടൻഷ്യോമീറ്ററാണ് അവർ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ വിത്തൗട്ട് ഹീറ്റ് സിങ്ക് ആയിട്ടാണ് ഈ ബോർഡ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഹീറ്റ് സിങ്കും അതുമാതിരി തന്നെ നല്ലൊരു ട്രാൻസ്ഫോമറും പവർ സെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു പെർഫോമൻസ് കിട്ടുന്ന ഒരു ആംപ്ലിഫയർ ബോർഡാണ്. ഇതാണ് ഈ ബോർഡിൻ്റെ റിവ്യൂ എന്ന് പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വലിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്, അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.